നമസ്തേ, ഞാൻ ഗംഗാമ. ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കാലമായി. അതിന് എന്താ കാരണമെങ്കിൽ ഒരുപാട് തിരക്കും കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അബാക് മീഡിയയിൽ എൻ്റെ കുറേ വീഡിയോ വന്ന പിന്നെ എനിക്ക് നല്ല തിരക്കാണ്, റീഡിങ് ബുക്കിംഗ് എല്ലാം നല്ല തിരക്കാണ്. അപ്പോൾ അത് കാരണങ്ങൾ കൊണ്ട് എനിക്ക് ലെങ്തി വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അധികമായിട്ട് കിട്ടിയിരിക്കുന്നത്. ദ മജീഷ്യൻ, പിന്നെ കിട്ടിയിരിക്കണത് ദ ലവേഴ്സ്, പിന്നെ കിട്ടിയിരിക്കണം 7 of Wands, പിന്നെ കിട്ടിയിരിക്കണം നൈറ്റ് ഓഫ് കപ്പ്. അപ്പോൾ മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുത്ത തിരഞ്ഞെടുപ്പ്, എന്തിലും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളെടുത്ത തിരഞ്ഞെടുപ്പാണ് എന്തുണ്ടായത്. നിങ്ങൾക്ക് തർക്കവും വഴക്കും കോൺഫ്ലിക്റ്റ് നടക്കണം. നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പം നടക്കുന്നത് വളരെയധികം കോൺഫ്ലിക്റ്റാണ്, അല്ലെങ്കിൽ വഴക്കാണ്. അത് വൈകാരികമായിട്ട് കിങ് ഓഫ് കപ്പാണ്, നൈറ്റ് ഓഫ് കപ്പാണ് കിട്ടിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകാൻ ഒരു ചാൻസും ഇല്ലാതെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടോ പ്രണയിച്ചിട്ടോ പ്രേമിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം വിവാഹം കഴിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ അവിടെ കണ്ടോ, മജീഷ്യൻ്റെ മുമ്പിൽ ഒട്ടേറെ സോഡുണ്ട്, കപ്പുണ്ട്, വാണ്ടുണ്ട്, അതുപോലെ പെൻഡകളുണ്ട്. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്തതാവട്ടെ, നിങ്ങൾക്ക് പ്രണയിച്ച് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ ആ ചൂസ് ചെയ്യാത്ത കാരണങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് വന്നു, മറ്റൊരു ബന്ധത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ പ്രിയപ്പെട്ട് സ്നേഹിച്ചൊരു വ്യക്ി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വ്യക്തിയെ കണ്ടെത്തുകയാണ് ഇവിടെ. അല്ലെങ്കിൽ പ്രണയത്തിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം കിട്ടിയത് 7 of Wands ആണ്. 7 of Wands എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു തർക്കം, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ തർക്കം വരികയും നിങ്ങൾക്ക് വൈകാരിക ബന്ധത്തിൽ തടസ്സം വരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രണയം ഇവിടെ എന്താ ഉണ്ടായത്, നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സം നേരിട്ടിട്ട് നിങ്ങളത്രയും വിശ്വസിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിച്ചപ്പോൾ അയാൾ നിങ്ങളെ ചതിച്ച് പറ്റിച്ചിട്ട് വേറെ ഒരാളെ തേടി കണ്ടെത്തി അവരോടൊപ്പം പോകുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള മാനസിക സംഘർഷമാണ് ആ 7 of Wands കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മാനസികമായിട്ട് എപ്പോൾ എന്താണ് ബന്ധനത്തിൽ മനസ്സുകൊണ്ട് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ ബന്ധനത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം കാരണക്കാരാരാണ്, നിങ്ങളെന്ന വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ്, അശ്രദ്ധമായൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായത് മൂലമാണ് ഇവിടെ വന്നേക്കണത്. എന്ത് 7 of Wands വന്നത്, അതുപോലെ തന്നെ ദ മജീഷ്യൻ വന്നു. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധം വേണ്ട, അത് നിനക്ക് ബുദ്ധിമുട്ട് നൽകും, അത് അല്ലെങ്കിൽ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിനക്ക് പരാജയം സംഭവിക്കുന്നൊക്കെ ഒരു പക്ഷേ മുന്നറിയിപ്പ് അവർ തന്നിട്ട് പോലും നിങ്ങളത് വകവയ്ക്കാതെ പോയപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖം ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കണം. മറ്റാരും ഇപ്പം അതിന് കൂട്ടില്ലാതെ വന്നതും അത് കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് കൂടി എന്താണെന്ന് നോക്കാം. ഗൈഡൻസ് ഉള്ളത് നന്മ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൂടാതെ 2 ഗൈഡൻസ് കൂടി വഞ്ചിക്കപ്പെടും എന്നുള്ളതാണ്, പ്രതിസന്ധി നേരിടാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ 3 കാർഡ് കിട്ടിയിരിക്കണതിൽ 2 കാർഡ് പറയണത് നിങ്ങൾ നന്മ ചെയ്യുക, അതായത് നിങ്ങൾ പറ്റിച്ചു എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിട്ടിരിക്കണ്ട, പ്രതിസന്ധി നേരിടാൻ തയ്യാറാവുക. അപ്പോൾ വഞ്ചിക്കപ്പെടും, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും എന്നുള്ളതും അതുമൂലം നിങ്ങൾ പ്രതിസന്ധികൾ നേരിടാൻ തയ്യാറാവേണ്ടി വരും എന്നുള്ളതും കാണിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു യൂണിവേഴ്സൽ നമ്പർ, ഏഞ്ചൽ നമ്പർ പറയണത് നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് തേടി വരും, ഒരു നല്ല സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ അല്ലെങ്കിലും മറ്റൊരു കാരണങ്ങൾ നിങ്ങൾക്ക് പരിശ്രമിച്ച് നേടാൻ പറ്റും, അല്ലെങ്കിൽ സകലരെയും സ്വാധീനത്തിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് വേദന, ദുഃഖം എല്ലാം ആണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടാം. ഈ ഒരു ബന്ധമാണെങ്കിലും പരിശ്രമിച്ച്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പരിശ്രമിച്ച് നേടാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നന്മ ചെയ്താൽ എന്തുണ്ടാവും, നിങ്ങൾക്ക് ബഹുമതികൾ തേടി വരുമെന്നാണ് പറയുന്നത്. ബഹുമതി എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരു റിലേഷൻഷിപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പൂർത്തീകരിക്കാത്ത പഠിപ്പുണ്ടെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക, കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ബന്ധുമിത്രാദികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് സ്നേഹം പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്, അംബീഷന് വേണ്ടിയിട്ട് യാത്ര ചെയ്താൽ എന്തുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഹുമതികൾ തേടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കൂ. ഇനി ആ ബന്ധത്തിലുള്ള ഹസ്ബൻഡിനെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയണേ ശ്ലോകം ഒന്ന് ജപിക്കൂ. കൃത്യമായിട്ട് രാവിലെ
നിങ്ങളുടെ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ഇത് മിസ്യൂസ് ചെയ്യരുത്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയണത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ കാര്യമാണ് പറയണത്. അപ്പം ഞാനിവിടെ പറയാം, സമാനിവ അകൂതി സമാന ഹൃദയാനിവ സമാനമസ്തുവോ മനോയഥാവ സുസഹാസതി എന്ന് പറയുക. അതായത് സമാനിവ അകൂതി സമാന ഹൃദയാനിവ സമാനമസ്തുവോ മനോയഥവ സുസഹാസതി ഇങ്ങനെ പറയുക. ഇനി അത് മാത്രമല്ല, സമാനോ മന്ത്രസമിതി സമാനി സമാന മനസ്സ ചിത്തമേക്ഷാം. അതായത് നിങ്ങളുടെ ഭർത്താവിന് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരൊറ്റ ശ്ലോകം മാത്രം ജപിക്കുക. സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസ്സ ചിത്തമേക്ഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോ ഹവിഷ ജുഹോമി സമാനിവ അകൂതി സമാന ഹൃദയാനിവ സമാനമസ്തുവോ മനോയഥാവ സുസഹാസതി. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിനെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കണമെങ്കിലുള്ള ഒരു ശ്ലോകമാണ്. പുലർച്ചെ 3 മണിയാകുമ്പോൾ നിങ്ങൾ എണീക്കുക, നിങ്ങളുടെ വ്യക്തിനെ മനസ്സിൽ വിചാരിക്കുക. മനസ്സിൽ വിചാരിച്ചതിന് ശേഷം എന്നും 21 തവണ ഈ ഒരു ശ്ലോകം ജപിക്കുക. ഒരു 3 മാസക്കാലത്തിലേക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാം മാറിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആ ഒരു റീയൂണിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ശ്ലോകം പറഞ്ഞത്. നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ. എന്നിട്ട് എന്താണ് റിസൾട്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ചുവട്ടിൽ കമൻ്റ് ഇടുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യുമ്പോഴും അത് ഫലപ്രാപ്തി ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യാം. കാരണം ഒരു മനുഷ്യനൊരു തെറ്റ് പറ്റാം. കാരണം നിങ്ങളുടെ ഭർത്താവ് എന്ന വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ എന്ന വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുക. അത് തുടരെ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പുറത്തു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഈ ശ്ലോകം ഒന്ന് ജപിക്കുക. എന്നും 21 തവണ പുലർച്ചെ ജപിച്ച് നോക്കുക. തീർച്ചയായിട്ടും ഫലം കാണുന്നതാണ്. അത് 21 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫലം നിങ്ങളാണ് അട്രാക്റ്റ് ചെയ്യേണ്ടത്. അഫർമേഷൻ കൊടുക്കുക പുലർച്ചെ 3 മണിക്ക്. ഒരു 3 മാസക്കാലം അടുപ്പിച്ചിട്ട് ഇങ്ങനെ 21 തവണ നിത്യം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഇത് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർക്കും ഭാര്യമാർ നഷ്ടപ്പെട്ട ഭർത്താവിനും ചെയ്യാനുള്ളതാണ്. തേർഡ് പേഴ്സണുള്ള ഒരു ശ്ലോകം അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് ചെയ്യണ ആൾക്കാർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഭർത്താവിനെ മനസ്സിൽ വിചാരിച്ചിട്ട്, സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ശ്ലോകം ജപിക്കുക. പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാര്യ വരാൻ വേണ്ടിയിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു ശ്ലോകം ജപിക്കുക. പുലർച്ചെ 3 to 5 ഇത് ബ്രാഹ്മ മുഹൂർത്തമാണ്. ആ സമയത്ത് ഈ ഒരു അഫർമേഷനോട് കൂടിയിട്ട് നിങ്ങളുടെ ഭാര്യ കം ബാക്ക് എന്ന് പറയുക. നിങ്ങളുടെ ഭാര്യനെ മനസ്സിൽ വിചാരിച്ചിട്ട് കം ബാക്ക് എന്ന് പറയുക. അതോട് കൂടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഭാര്യ തിരികെ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് തിരികെ വരും. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യൂ. അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.